അയ്യാൻ ആൻഡ് ഇസ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു പുതിയ ബ്ലോഗുമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ്? ഇന്ന് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള 4 മണി പലഹാരം. ഓക്കെ, അപ്പം അതിന് വേണ്ട എന്തൊക്കെയാണ് പറയാം. അത് നമുക്ക് റവ ചേർത്താലും കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ ക്രിസ്പിയായിട്ട് വരാൻ വേണ്ടി റവ ഉണ്ടാക്കണം. റവ ഇല്ലെങ്കിൽ മൈദ ചേർക്കണം. അരിപ്പൊടി പിന്നെ ഏത്തപ്പഴം. മധുരം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ആ മധുരത്തിന് വേണ്ടി ഇച്ചിരി ഏത്തപ്പഴം, ഒരു പച്ചമുളക് ഒന്ന്, പിന്നെ സവാള ഒന്ന്, ഒരു മുട്ട, ഇത്തിരി പഞ്ചസാര, ഉപ്പ്. ഇത് അത് പൊങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഒരു സ്വല്പം ഈസ്റ്റും കൂടെ. ഈസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു മിഞ്ചി സോഡാപ്പൊടി. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. സവോള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഏത്തപ്പഴവും ചെറുതായിട്ട് അരിഞ്ഞ് ഇത് ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഒരു പച്ചമുളക്, ആ പച്ചമുളകും അരിഞ്ഞ് ഈ സവോളയുടെ കൂടെ നമ്മൾ ഇടുകയാണ്. ഇതിന് ശേഷം നമ്മൾ മുട്ട ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും. അതിനുശേഷം നമ്മുടെ പൊടികൾ പൊടികളൊക്കെ എങ്ങനെയാണ്? ആവശ്യത്തിന് ഒരു ചെറിയ കപ്പ് വീതം മതി. നമ്മൾ ആളുള്ള അനുസരിച്ച് കുഞ്ഞുങ്ങൾ കുറച്ച് മതിയല്ല, അപ്പം അതനുസരിച്ച് പഞ്ചസാര ഇടുക. പിന്നെ സ്വല്പം ഉപ്പ്, പിന്നെ നമുക്ക് ഈസ്റ്റ് സ്വല്പം മതി. സ്വല്പം ഈസ്റ്റ് മതി പൊങ്ങാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് കുഴച്ച് കൊടുക്കണം. ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് ഈ പൊടിയുമായിട്ട് ചേരണം. പറഞ്ഞ കൂട്ടുകളൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതിന് പൊങ്ങാനായിട്ട് നമ്മൾ വെക്കുക. ഇത് ചൂടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഞാനിവിടെ പാനിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തുടങ്ങുകയാണേ. എണ്ണ ഇത്രയും മതിയോ അതോ പിന്നെ കിടക്കണോ? ഇങ്ങനെ മതിയോ? നമുക്ക് കൂടുതലാണ്, കുറച്ച് സാധനം ഉള്ളതുകൊണ്ട് കുറേശ്ശെ നമ്മൾ സ്പൂണിൽ കോരി ഇടുന്നതല്ലേ ഉള്ളൂ. കൂടുതലാണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ ഇത്രയും മതി. നമ്മളിത് ഒരു വശം അല്പം ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിലിട്ടു, അതിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും. അത് കുറഞ്ഞ തീയിൽ ഇട്ട് കൊടുക്കും. ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ തീയിൽ ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കോരി മാറ്റാം.
4 മണി പലഹാരം ഇതാ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ്. ഏറെ ഇഷ്ടപ്പെടും കുട്ടികൾ. അതുകൊണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, കമൻസ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ 4 മണി പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അത് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് തരണം, കമൻസ് തരണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.